ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പം നമുക്കിന്ന് ഈസി ആയിട്ട് പെട്ടെന്നല്ല ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള നല്ല കളറൊക്കെ ഉള്ള ഒരു പഴംപൊരി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് ഇതിന് കേട്ടോ. മൈദ, അതേമാതിരി കടലപ്പൊടി, പിന്നെ പഞ്ചസാര ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ പഞ്ചസാര കുറച്ചൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചൊന്നുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ബേക്കിംഗ് പൗഡർ എടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മഞ്ഞൾപ്പൊടി എന്താണെന്ന് വെച്ചാൽ നമുക്ക് നല്ല മഞ്ഞ കളറിലുള്ള പഴംപൊരി വേണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിങ്ങനെ നീളം മുറിച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് 1-2 മതിയാവും, ഇങ്ങനെ മുറിച്ച് കഴിഞ്ഞാൽ 4-5 വേണം കേട്ടോ. അപ്പോൾ എങ്ങനെ മുറിച്ചാലും ഇങ്ങനെ മുറിക്കുമ്പോൾ നമുക്ക് വേഗം പൊരിച്ചെടുക്കാൻ ഈസി ആയിക്കാരം, നമുക്കപ്പോൾ അധികം വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷെ മറ്റോണം മുറിച്ചെടുക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ഇടങ്ങാറാവേണ്ടി വരും. അപ്പോൾ ഈസി ആയിട്ടാണെങ്കിൽ നമ്മൾ ഇതേമാതിരി നടുവിൽ 2 കഷ്ണമാക്കിയിട്ട് അതിങ്ങനെ സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. എന്നിട്ട് നമ്മൾ മാവിലേക്ക് ഈ ഒരു മൈദ ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ മാവിലേക്ക് നമ്മളുടെ ബനാന ഇട്ട് കൊടുത്തിട്ട് 2 സൈഡും മുങ്ങി വരുമ്പോൾ നമ്മൾ പാനിലേക്ക് അല്ലെങ്കിൽ ചട്ടിയിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. ചട്ടിയുടെ കോലം കണ്ടിട്ട് ആരും പേടിക്കാനോ വിഷമിക്കാനോ ഒന്നിനും നിൽക്കരുത്. നെഗറ്റീവ് കമൻറ്റ്സ് ഇവിടെ അലൗഡ് അല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പാവപ്പെട്ടവരാണ്, നമുക്ക് ഇത്ര മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് വീട്ടിൽ ചട്ടിയൊന്നും അങ്ങനെയൊന്നും ഇല്ല. പിന്നെ നമ്മൾ എപ്പോഴും ഇതേമാതിരി പൊരിക്കാൻ യൂസ് ചെയ്യുന്ന ചട്ടിയാണ്. അതിങ്ങനെ യൂസ് ചെയ്തിട്ടാണ് ഇങ്ങനത്തെ ഒരു കോല ആയിട്ടുള്ളത്. സോ ഇതിനെ പറ്റിയിട്ട് ആരും നെഗറ്റീവ് കമൻറ്റ്സ് ഇട്ടെടുത്ത് കേട്ടോ. അതാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്. അങ്ങനെ നമ്മളുടെ പഴംപൊരി ഇവിടെ പൊരിച്ച് റെഡിയായി വന്നിട്ടുണ്ട്. അങ്ങനെ അല്ലാതും പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പൊരിച്ചെടുത്തതിന് ശേഷം ഉള്ള ഒരു വീഡിയോ ആണ് ഈ കാണുന്നത്. ഇതിലേക്ക് കട്ടൻ ചായ കൂട്ടിയിട്ട് ആ മഴയത്തൊക്കെ ഇന്നലെ നല്ല മഴ പെയ്തിരുന്നില്ല, ആ സമയത്തൊക്കെ ഇന്ന് കഴിക്കാൻ അടിപൊളിയായിരുന്നു. പക്ഷെ മഴ വരുന്നതിന് മുന്നേ ആയിരുന്നു ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാണ് പറയാനുള്ളത്. നമ്മളുടെ വീട്ടിലുള്ള ഒരു ചട്ടി അനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഞങ്ങൾ കേക്ക് ഇടയ്ക്കിട്ട് ബേക്ക് ചെയ്യുന്നതുകൊണ്ടാണ് എന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ബേക്ക് ചെയ്യാനുള്ള ഇതില്ല, അതുകൊണ്ടാണ് ആ ഒരു പാന് ക്യാഷ് കിട്ടിയപ്പോൾ അങ്ങനെ മേടിച്ചതാണ് കേട്ടോ. നിങ്ങൾ നേരത്തെ കണ്ടിട്ടുള്ള ഒരു ക്യാന്. നമ്മുടെ പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബൈ.